ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡാർട്ട് എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ്. എന്താണ് ഡാർട്ട് എന്നുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഡാർട്ട് എന്നുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എനിവൺ ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഫ്രീ, അതായത് ആർക്ക് വേണിച്ചാലും യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. കൂടാതെ ഒരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ് ഡാർട്ട് എന്നുള്ളത്. ജനറൽ പർപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്താവും എന്നുള്ളത്. അതായത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിലും നമ്മളെ ഡാർട്ട് സപ്പോർട്ടാണ്. അതേപോലെ തന്നെ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഡാർട്ട് എന്നുള്ളത്. ക്രോസ് പ്ലാറ്റ്ഫോം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് ഒരേ കോഡ് തന്നെ, അതായത് ഒരു സിംഗിൾ കോഡേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് മാക് ആയിക്കോട്ടെ, വിൻഡോസ് ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ഒറ്റ സിംഗിൾ കോഡ് ബേസിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ഡാർട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗൂഗിൾ ആണ്. ഈ ഡാർട്ട് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊബൈൽ ആപ്ലിക്കേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അതിനൊരു ഫ്രെയിംവർക്ക് വേണം. അപ്പോൾ അതിനുള്ള ഫ്രെയിംവർക്കാണ് ഫ്ലട്ടർ എന്നുള്ളത്. അതിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പൈത്തണിൽ, അല്ലെങ്കിൽ പൈത്തൺ ഡിജാങ്കോയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്, അതിൽ പൈത്തണിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്, പൈത്തൺ എന്താ ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യണം, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ജാങ്കോ എന്നുള്ള ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ ഫ്ലാസ്ക് എന്നുള്ള ഫ്രെയിംവർക്കോ നമ്മൾ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഡാർട്ട് യൂസ് ചെയ്തിട്ട്, ഡാർട്ട് എന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്, അതിലുള്ള ഫ്രെയിംവർക്ക് ആയിട്ടുള്ള ഫ്ലട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഫ്ലട്ടർ കൊണ്ടുള്ള ഏറ്റവും നല്ലൊരു യൂസേജ് എന്താ വെച്ചാൽ, നമ്മൾ ആൻഡ്രോയിഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ ജാവ, അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാവ എന്നുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്ത് തരണം. അതേപോലെ തന്നെ ഇനി iOS ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിഫ്റ്റ് ഒക്കെയാണ് യൂസ് ചെയ്ത് തരുന്നത്. നമ്മൾ അതൊന്നും മാറിയിട്ട് ഫ്ലട്ടർ വന്നതോടുകൂടി നമുക്ക് ആൻഡ്രോയിഡിലും iOSന് സപ്പോർട്ട് ചെയ്യണ ഒരു പാക്കേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്കാണ് ഫ്ലട്ടർ. നമുക്ക് ആൻഡ്രോയിഡും iOSലും കൂടിയിട്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഫ്ലട്ടർ. ഇതിൽ തന്നെ ഓൾറെഡി ഇതിൽ തന്നെ ഒരുപാട് UI കോമ്പണൻസും കുറേ കാര്യങ്ങളുണ്ട്. UI കോമ്പണൻസ്, വിഡ്ജറ്റ്സ്, അങ്ങനെ ഒരുപാട് UI തീം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് യൂസേഴ്സിന് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ബാക്കിയുള്ള ലാംഗ്വേജിനൊക്കെ അപേക്ഷിച്ച് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. കൂടാതെ ഇതിലൊരു സിംഗിൾ കോഡ് ബേസേ ഉള്ളൂ. അതായത് നിങ്ങൾ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് നമുക്ക് ആൻഡ്രോയിഡ് എന്നുള്ളത് വേറെ ഇതിന് സപ്പോർട്ട് ആവാൻ സാധ്യതയില്ല, iOSൽ സപ്പോർട്ട് ആവാൻ സാധ്യതയില്ല. പക്ഷേ ഫ്ലട്ടർ ആവുന്ന സമയത്ത് ഒറ്റ സിംഗിൾ കോഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, iOSന് സപ്പോർട്ടാവും, വിൻഡോസിന് സപ്പോർട്ടാവും, ഇനി ലിനക്സിന് സപ്പോർട്ടാവും. അതാണ് ഇതിൻ്റെ ഈ ഫ്ലട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഫ്ലട്ടർ ഒരു ഫ്രെയിംവർക്കും അതിൻ്റെ ലാംഗ്വേജ് ആണ് ഡാർട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡാർട്ട് എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സിൻടാക്സ് ആണ് വോയിഡ് മെയിൻ. ഇത് കഴിഞ്ഞ് നോർമൽ ബ്രാക്കറ്റ്, അത് കഴിഞ്ഞ് കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് പ്രിന്റ് ഹലോ ഡാർട്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രിന്റ് ഹലോ ഡാർട്ട് എന്ന് കൊടുത്തുള്ളത് നോർമലായിട്ട് ഒരു ഹലോ ഡാർട്ട് എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണ് പ്രിന്റ് ഹലോ ഡാർട്ട് എന്ന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൈത്തൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈത്തൺ നമുക്ക് വോയിഡ് മെയിൻ അങ്ങോട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് വെറും പ്രിന്റ് ഹലോ എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് പൈത്തണിൽ പ്രിന്റ് ചെയ്ത് വരും. പക്ഷേ ഡാർട്ടിലാവുന്ന സമയത്ത് വോയിഡ് മെയിൻ എന്നുള്ളത് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അത് ചെയ്തതിന് ശേഷം പ്രിന്റ് ഹലോ ഡാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹലോ ഡാർട്ട് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് തരും. പിന്നെ ഇവിടെ പറയുന്നത് var num ഈക്വൽ ടു 10 എന്ന് കൊടുത്തിട്ടുണ്ട്. var num എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. ഒരു var num ഈക്വൽ ടു 10 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ എന്നുള്ള നമ്പർ, അതായത് var എന്നുള്ളത് ഒരു കീവേഡും num എന്നുള്ളത് വേരിയബിൾ നെയിമും, അതായത് num എന്നാണ് വേരിയബിൾ നെയിം ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിക്ക് അസൈൻ ചെയ്തിട്ടുള്ളത് 10 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഡൗട്ടാണ് എന്താണ് വേരിയബിൾ എന്നുള്ളത്. വേരിയബിൾ എന്ന് പറയുക വെച്ചാൽ നമുക്കൊരു ഡാറ്റയാണ്.
സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും നം ഈക്വൽ ടു 10, അതായത് നം എന്നുള്ള വേരിയബിളിലോട്ട് എന്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് 10. അപ്പം ആ നം എന്നുള്ളതിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ 10. അതേപോലെ തന്നെ അതിന്റെ അടിയിൽ പ്രിന്റ് നം ഡോട്ട് റൺ ടൈം ടൈപ്പ് എന്ന് കൊടുത്തുള്ളത്, അത് കേസ് സെൻസിറ്റീവ് ആണ്, നോക്കണം. റൺ ടൈം ടൈപ്പ് അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മളെ വേരിയബിളിന്റെ ഏത് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ള സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നം ഡോട്ട് റൺ ടൈം ടൈപ്പ് എന്നുള്ള കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കൂടാതെ നമുക്ക് ഇതിൽ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേർ നം ഈക്വൽ ടു 10 എന്നല്ലേ, നമുക്ക് അതേപോലെ തന്നെ ഇൻഡ് നം ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇൻഡ് നം ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിജറാണ് സിസ്റ്റത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇൻഡ് നം ഈക്വൽ ടു 10 എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ വാർ നം ഈക്വൽ ടു 10 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഡ് എന്നുള്ളത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി സിസ്റ്റത്തിന് മനസ്സിലാവും അത് നമ്പർ ആണെന്നുള്ളത്. ഓക്കെ അല്ലേ? കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് വേരിയബിൾ എന്ന്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ വേരിയബിൾ ഇൻ ഫ്ലട്ടർ ഈസ് എ നേംഡ് ലൊക്കേഷൻ യൂസ്ഡ് ടു ഹോൾഡ് എ വാല്യൂ that your program can use and change during execution. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷനാണ്. അതിലുള്ള നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 3 തരത്തിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡിക്ലെയർ ചെയ്യാം. വാർ, ഫൈനൽ, കോൺസ്റ്റ്. അതിൽ വേറെ എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ ഫൈനൽ എന്നുള്ളത് പറഞ്ഞത് യൂസ്ഡ് വെൻ ദി വാല്യൂ ഷുഡ് നോട്ട് ചേഞ്ച് ആഫ്റ്റർ ബീൻ സെറ്റ് ബട്ട് വാല്യൂ ഈസ് ഡിസൈഡ് അറ്റ് റൺ ടൈം. നമ്മൾ റൺ ടൈം ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുക. അതൊരിക്കലും പിന്നെ അതിന് ശേഷം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കോൺസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കോൺസ്റ്റന്റ് ആയിട്ട് വാല്യൂ ആണ്. അത് കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക അതിൻ്റെ വാല്യൂ വരുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ചുരുക്കം പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാ വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഷൂ വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ്, അതിൽ പോട്ടെ നമുക്കൊരു ഷൂ എന്ന് പറയാം. ഷൂ വാങ്ങാൻ നിങ്ങൾ ഒരു ഷോപ്പിലോട്ട് പോയി. അവിടെ പോയിട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡ് അഡിഡാസ് എന്നാണ്. അപ്പോൾ എനിക്ക് വാങ്ങേണ്ടത് അഡിഡാസ് എന്നുള്ള ഷൂ ആണ്. ആ ബ്രാൻഡിന്റെ ഷൂ ആണ് എനിക്ക് വാങ്ങേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ കോൺസ്റ്റന്റ്, കാരണം ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ അതിന്റെ കളർ, ഏത് വേരിയന്റ് കളറാണ് നമ്മൾ അതിന് ചൂസ് ചെയ്തിട്ടില്ല. അത് ഫൈനൽ എന്ന് പറയാം. മനസ്സിലായോ? ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതിൽ വരുന്നത് ഡാറ്റ ടൈപ്സ്. ഏതൊരു ലാംഗ്വേജ് ആയിക്കോട്ടെ അതിൽ ഡാറ്റ ടൈപ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡാർട്ടിൽ വരുന്നത് നമ്പേഴ്സ്, സ്ട്രിങ്, ബൂളിയൻ, സെറ്റ്, ലിസ്റ്റ്, മാപ്പ്. അതിൽ നമ്പേഴ്സ് എന്ന് പറയുക വെച്ചാൽ നമുക്ക് 2 ടൈപ്പ് നമ്പേഴ്സ് വരുന്നത്. ഒന്ന് ഇൻറ്റീജറും വരുന്നുണ്ട്, ഒന്ന് ഡെസിമൽ. ഡെസിമൽ മീൻസ് ഫ്ലോട്ടിംഗ്. നമ്മൾ ബൂളിയൻ അല്ല, ഫ്ലോട്ടിംഗ് പോയിന്റ്. അപ്പോൾ നമ്പേഴ്സിൽ വരുന്ന സമയത്ത് ഇൻറ്റീജർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യൂസർ ടു സ്റ്റോർ ന്യൂമറിക്കൽ വാല്യൂസ്, ഇൻറ്റീജർ ആൻഡ് ഡെസിമൽസ്. അതിനുള്ള ഞാൻ അതിൻ്റെ കോഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇൻറ്റ് ഏജ് ഈക്വൽ ടു 25. നിങ്ങൾക്ക് ഇൻറ്റ് ഏജ് എന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് വാർ ഏജ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡബിൾ പ്രൈസ് ഈക്വൽ ടു 99.99. അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് വാർ പ്രൈസ് ഈക്വൽ ടു 99.99 അങ്ങനെയും ഡിക്ലെയർ ചെയ്യാം. പക്ഷെ അവിടെ ഡബിൾ കഴിഞ്ഞിട്ട് പ്രൈസ് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ സിസ്റ്റത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഡെസിമൽ വാല്യൂ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡബിൾ സ്പേസ് പ്രൈസ് ഈക്വൽ ടു 99.99 കൊടുത്തിട്ടുള്ളത്. ശരിക്കും അതിന്റെ ആവശ്യമില്ല. വേർ പ്രൈസ് ഈക്വൽ ടു 99.99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് മനസ്സിലാവും. ഇതൊന്നുകൂടി സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. സ്ട്രിങ് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാൻ കോഡ്സിന്റെ ഉള്ളിലോ ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സിന്റെ ഉള്ളിലോ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്ട്രിങ്. അത് വാർ എ ഈക്വൽ ടു ഹലോ എന്ന് ഞാൻ എഴുതി. ഇത് വർക്കാവില്ല, കാരണം തെറ്റാണ്. കാരണം ഒരു കോഡ്സിന്റെ ഉള്ളിലല്ല ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഞാൻ വാർ എ ഈക്വൽ ടു കോഡ്സിന്റെ ഉള്ളിൽ സ്ട്രിങ് എഴുതി കഴിഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുക സ്ട്രിങ് ആണ്. അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നെയിം കോളൻ $സൈനിൽ നെയിം എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നുമില്ല, ഇതൊരു ഫോർമാറ്റ് സ്ട്രിങ് പോലെയാണ്. അതായത് നമുക്ക് നെയിം എന്നുള്ള കാണാം, അതിൻ്റെ ഒപ്പം തന്നെ കോളൻ കഴിഞ്ഞിട്ട് ഈ $നെയിം എന്ന് കാണുന്നുണ്ടോ, ഇതാണ് നിങ്ങൾ ഈ നെയിം.
നമ്മൾ സ്ട്രിംഗ് ഫോർമാറ്റ് എന്ന് പറയും അതിൻ്റെ. അത് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ബൂളിയൻ. ബൂളിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് ട്രൂ ഓർ ഫാൾസ്. ഇത്രയും കാര്യങ്ങളാണ് ബൂളിയനിൽ ഉണ്ടാവുക. പിന്നെ വരുന്നതാണ് ലിസ്റ്റ്. ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓർഡേർഡ് വാല്യൂസ് ആണ്, ഓർഡേർഡ് ഡാറ്റ. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ലിസ്റ്റ് സ്ട്രിംഗ് ഫ്രൂട്ട്സ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, മാംഗോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെറും സ്ട്രിങ് മാത്രമേ ഉള്ളൂ ഇതിൽ എടുത്തിട്ടുള്ളത്. ഇവിടെ സ്ട്രിങ് ആയതുകൊണ്ട് തന്നെ ഇതിൽ മൊത്തം സ്ട്രിങ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് ഇൻഡിജറോ വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ട്രിങ് മാറ്റിയിട്ട് ഈ സ്ട്രിങ് എന്നുള്ളത് മാറ്റിയിട്ട്, അതായത് ഈ സ്ട്രിങ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഡൈനാമിക് പറഞ്ഞിട്ട് കൊടുക്കണം. ലിസ്റ്റ് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അല്ല, അതിൻ്റെ ഉള്ളിൽ സ്ട്രിങ് എന്ന് മാറ്റിയിട്ട് ഡൈനാമിക് എന്ന് കൊടുക്കുക. എന്നിട്ട് ഫ്രൂട്ട്സ് ഈക്വൽ ടു പറഞ്ഞു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതൊന്നും വേണ്ട, വേർ VAR ഫ്രൂട്ട്സ് ഈക്വൽ ടു ആപ്പിൾ, ബനാന, മാംഗോ, 10 എന്ന് കൊടുത്തോ. നമ്പർ ഏതെങ്കിലും ഒരു ഇൻറ്റീജർ നമ്പർ കൊടുത്താലും ഇനി ട്രൂ ഓർ ഫാൾസ് എന്ത് കൊടുത്താലും നമുക്ക് ഇഷ്യൂ വരില്ല. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഞാൻ പ്രിന്റ് ഫ്രൂട്ട്സ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂവിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 0 എന്നുള്ള ഫസ്റ്റ് 0th പൊസിഷനിൽ കിടക്കുന്നത് ആപ്പിൾ എന്നാണ്. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക ആപ്പിൾ എന്ന് മാത്രം. അതായത് നമ്മൾ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഡെക്സ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ, അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും 0ലാണ് സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്നതോറും അത് -1ലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങൾ നോക്കണം. പിന്നെ രണ്ടാമത് വരുന്ന ആഡ് ഐറ്റം, അതായത് നമുക്ക് ഒരു വാല്യൂ, ഒരു ഡാറ്റ ടൈപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ലിസ്റ്റിന്റെ എൻഡ് ഓഫ് ദി ലിസ്റ്റ് ആണ് അത് ആഡ് ആയിട്ട് വരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ കാണാൻ പറ്റും. ഞാൻ ഫ്രൂട്ട് ഡോട്ട് ആഡ്, ഇത് ഞാൻ ഓൾറെഡി ഇവിടെ വോയിഡ് മെയിൻ ഈ ലിസ്റ്റൊക്കെ ഡിഫൈൻ ചെയ്തു, അതിന് ശേഷമാണ് ഇത് എഴുതേണ്ടത്. അല്ലാതെ നിങ്ങൾ വെറും പോയിട്ട് ഫ്രൂട്ട്സ് ഡോട്ട് ആഡ് പറഞ്ഞു കഴിഞ്ഞാൽ എറർ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സ് ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ ഓറഞ്ച് എന്ന് കൊടുത്തു. പിന്നെ പ്രിന്റ് ഫ്രൂട്ട്സ് കൊടുത്തപ്പോൾ എനിക്ക് ഓറഞ്ച് എന്നുള്ളത് ലാസ്റ്റ് ആയിട്ട് എൻഡ് ഓഫ് ദി ലിസ്റ്റ് ആയിട്ട് അത് ആഡായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റിമൂവ് എന്നുള്ളത് ഇതേപോലെ തന്നെ ഒരു ലിസ്റ്റിന്റെ ഒരു മെത്തേഡാണ്, ഡാറ്റാസിന് കോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അത് റിമൂവ് ഐറ്റം, എനിക്കൊരു ഐറ്റാണ് റിമൂവ് ചെയ്യേണ്ടത്. ഇതിലെന്താ ഐറ്റം ഉള്ള ബനാന പറഞ്ഞുള്ള ഒരു ഐറ്റാണ്. അപ്പൊ ഞാൻ ചെയ്തു ഫ്രൂട്ട്സ് ഡോട്ട്, ആ ഫ്രൂട്ട്സ് എന്നുള്ള ലിസ്റ്റിലുള്ള ഡോട്ട് റിമൂവ്, അതിലുള്ള ബനാന എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക, ആ ബനാന എന്നുള്ളതിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കി ലിസ്റ്റ് എനിക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നത് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പൈത്തണിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈത്തണിൽ ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ് ഇതില് ഡിക്ഷണറി പറഞ്ഞിട്ടാ വരിക. അതാണ് പൈത്തണിൽ ഡിക്ഷണറി എന്നാ പറയുക. പക്ഷെ ഡാർട്ട് വരുന്ന സമയത്ത് മാപ്പിംഗ് ഫംഗ്ഷൻ മാപ്പായിട്ടാണ് വരിക. അത് സ്റ്റോർ കീ വാല്യൂ പെയർ ലൈക്ക് എ ഡിക്ഷണറി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് കീയും റൈറ്റ് സൈഡ് കാണുന്ന വാല്യൂ ആണ്. ഇതിൽ ഡ്യൂപ്ലിക്കേഷൻ അലോ ചെയ്യില്ല, പിന്നെ ഓർഡേർഡ് ആണ്. അത് ഡ്യൂപ്ലിക്കേഷൻ അലോ ചെയ്യില്ല ഞാൻ പറയാൻ കാരണം വെച്ചാൽ, അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി നെയിം എന്ന് കൊടുത്തു, ഇവിടെ അജു എന്നാണ് കൊടുത്തുള്ളത്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വർക്കാവില്ല. ഇതിൽ ഏതെങ്കിലും ലാസ്റ്റ് എഴുതിയ കീ വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കീ എപ്പോഴും യുണീക്ക് ആവണം. കീ എപ്പോഴും ഇപ്പൊ നെയിം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നെയിം എന്ന് കീ എഴുതാൻ പാടില്ല. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടിയെന്ന് വരില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കീ നമുക്ക് എപ്പോഴും യുണീക്ക് ആയിട്ടുള്ളതും, അല്ലാന്നുണ്ടെങ്കിൽ കീ എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത വാല്യൂ, ഈ വാല്യൂ എന്നുള്ള ഈ അജു എന്നുള്ളതാണ് വാല്യൂ, അതായത് ഇത് കീ, ഇത് വാല്യൂ. ആ വാല്യൂ എന്നുള്ളത് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒക്കെ ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ അവിടെ അജു ഉപയോഗിച്ചു, വീണ്ടും എനിക്ക് ഈ സിറ്റി എന്നോടത്ത് അജു ഉപയോഗിച്ചാൽ യാതൊരു വിധ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഇവിടെ പ്രിന്റ് യൂസർ നെയിം, ഇവിടെ യൂസർ, അതായത് യൂസർ എന്ന് എന്താ, നമ്മളെ വേരിയബിളിന്റെ നെയിം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാപ്പ് യൂസർ, ഈ വേരിയബിളിന്റെ നെയിം. ആ വേരിയബിളിന്റെ നെയിം യൂസർ സ്ക്വയർ ബ്രാക്കറ്റിൽ നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസർ എന്നുള്ള മാപ്പിലുള്ള അതിന്റെ കീ, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്ന് കിട്ടുക അജു എന്ന് കിട്ടുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നെയിം മാറ്റിട്ട് സിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, കൊച്ചി എന്ന് കിട്ടും. ഈ കൺട്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് കിട്ടും. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ ആറാമത്തെ ഡാറ്റ ടൈപ്സ് പറയുന്ന സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ അലോ ചെയ്യത്തേ ഇല്ല. അതായത് നമുക്ക് വീണ്ടും ഞാനൊരു സെറ്റിൽ തന്നെ ഓൾറെഡി 1,1,2,2,
3 എന്ന് കൊടുത്തു. എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക വെച്ചാൽ 1 2 3 എന്നേ കിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ എത്ര 1 ഇട്ടാലും എത്ര 2 ആഡ് ചെയ്താലും നമുക്കതിൽ ഔട്ട്പുട്ട് കിട്ടത്തില്ല. അതാണ് സ്റ്റോർ യൂണീക്ക് വാല്യൂസ് നോ ഡ്യൂപ്ലിക്കേറ്റ്സ്. അതായത് പിന്നെ അൺഓർഡർ ആണ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ചിട്ടല്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ അല്ലേ? അതിൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പിന്നെ വരുന്നത് ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിംഗിന്ന് ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇൻഡിജറിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാം. സ്ട്രിങ്ങിനെ ഡബിളിന്ന് സ്ട്രിങ്ങിലോട്ട്. അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പിനെ വേറൊരു ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രിംഗ് അല്ലെങ്കിൽ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയാം. അതിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ള വോയിഡ് മെയിൻ സ്ട്രിങ്ങിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്ട്രിംഗ് എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ ആയ എസ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേറൊന്നായിട്ടും കൊടുക്കാൻ കുഴപ്പമില്ല. സ്ട്രിംഗ് str = 1 2 3 എന്ന് കൊടുത്തിട്ടുണ്ട്. കോഡ്സിൻ്റെ ഉള്ളിൽ 1 2 3. കാരണം കോഡ്സിൻ്റെ ഉള്ളിൽ 1 2 3 എഴുതി കഴിഞ്ഞാൽ അത് സ്ട്രിംഗ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി കോഡ്സിൻ്റെ ഉള്ളിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിജർ. അത് കഴിഞ്ഞിട്ട് അടിയത്തെ ലൈനിൽ ഇൻഡ് നം = int.parse ബ്രാക്കറ്റിന്റെ ഉള്ളിൽ str എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഡ് നം = int.parse എന്ന് കൊടുക്കാൻ കാരണം വെച്ചാൽ അവിടെ കൊടുത്ത ആ സ്ട്രിങ്ങിലുള്ള 1 2 3നെ ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അതിനാണ് നമ്മൾ int.parse എന്ന് കൊടുത്തത്. ഓക്കെ, int.parse അതായത് ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി ഞാൻ അവിടെ സ്ട്രിംഗ് str = 1 2 3ക്ക് പകരം abc, എന്നിട്ട് ഞാനിവിടെ ഇൻഡ് നം = int.parse.str എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും. അവിടെ ട്രൈപ്പ് പാർസ് ഉപയോഗിക്കേണ്ടി വരും. എന്നാലും അതിന്റെ വാല്യൂ നള്ളായിട്ടാണ് കിട്ടുക, വാല്യൂ നമുക്ക് കിട്ടത്തില്ല. അതേപോലെ തന്നെ സ്ട്രിംഗ് ടു ഡബിൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡ് പാർസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ double.parse ആണ് വരിക. ഓക്കെ, പിന്നെ ഇൻഡ് ടു സ്ട്രിംഗ് ആണെന്നുണ്ടെങ്കിൽ .to_string എന്ന് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഡബിൾ ആണെന്നുണ്ടെങ്കിൽ .to_string. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. എന്താണ് ഇൻപുട്ടും ഔട്ട്പുട്ടും? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ എന്താണോ കൊടുക്കുന്ന വാല്യൂ. ഞാനിപ്പോൾ എ എന്ന് കൊടുത്തു, a = 10. എനിക്ക് കിട്ടുന്ന എന്താ വാല്യൂ? ഔട്ട്പുട്ട് 10. ഞാൻ യൂസർ കൊടുക്കുന്ന വാല്യൂ ഇൻപുട്ടും കിട്ടുന്ന വാല്യൂ ഔട്ട്പുട്ടുമാണ്. ഇപ്പോൾ നമ്മളെ പൈത്തൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അറിയാൻ പറ്റും. a = enter your number, ഇൻപുട്ട് enter your number എന്ന് കൊടുത്തു. ഞാൻ അതിൽ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ enter your number എന്ന് കൊടുത്ത് ഞാൻ എൻ്റർ ചെയ്യുന്നത് ഇൻപുട്ടും. ഞാൻ ഇപ്പോൾ 10 ആണ് അതിൻ്റെ ഇൻപുട്ട് ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന വാല്യൂ ഔട്ട്പുട്ടുമാണ് പറയുന്നത്. എനിക്കിത് വായിച്ചൊക്കെ തന്നെ മനസ്സിലാവും. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ stdio പറഞ്ഞുള്ള, അതായത് ഇമ്പോർട്ട് ഡാർട്ട് io എന്നുള്ളതുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർട്ടിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ ഞാൻ വോയിഡ് മെയിൻ കൊടുത്തു, പ്രിന്റ് enter your name എന്ന് കൊടുത്തു. അത് ഞാൻ നെയിം എഴുതി. സ്ട്രിംഗ് നെയിം = stdin. stdin എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റീഡ് ലൈൻ സിങ്ക്, അതിൻ്റെ കേസ് സെൻസിറ്റീവ് ആണ്, അത് ഏതെന്ന് നോക്കണം. റീഡ് ലൈൻ സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ, അതായത് ഇൻപുട്ടിൻ്റെ ഉള്ളിൽ enter your number എന്ന് കൊടുക്കില്ലേ പൈത്തണിൽ, അല്ലെങ്കിൽ enter your name, അതിന് പകരം നമ്മൾ ഡാർട്ടിൽ ഉപയോഗിക്കുന്നതാണ് റീഡ് ലൈൻ സിങ്ക് എന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ int age = int.parse, ഞാൻ പറഞ്ഞു നേരത്തെ അവിടെ എന്തിനാണ് നമ്മൾ int.parse യൂസ് ചെയ്യുന്നത്. int.parse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ട്രിങ്ങിലുള്ള നമ്പേഴ്സിനെ ഇൻഡിജറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് int.parse എന്ന് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന്? കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. അത് നമുക്ക് ഡാർട്ടിൽ മെയിനായിട്ട് 3 തരത്തിലുണ്ട്. ഒന്ന് ഈഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒന്ന് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒന്ന് ഈഫ് ലാഡർ ഉണ്ട്. അതിൽ ഈഫ് സ്റ്റേറ്റ്മെന്റ് പറയുക കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ മാത്രം ഉണ്ടെങ്കിൽ വർക്ക് ആവുന്നതാണ് if statement. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് ഓൺലി ഇഫ് ദി കണ്ടീഷൻ ഇസ് ട്രൂ. ട്രൂ ഉള്ള മാത്രം, അതായത് ഒരു കണ്ടീഷൻ. ഇവിടെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് വോയിഡ് മെയിൻ int age = 20 if age
ഗ്രേറ്റർ ദാൻ 18, അതായത് 18 കൂടുതലാണെന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ടു വോട്ട്. അപ്പോൾ അതിലൊരു കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൊടുത്ത ഇൻറ്റീജർ നമ്പർ എത്രയാണ് 20, അപ്പോൾ 18 മുകളിലല്ലേ, അപ്പോൾ ഞാൻ എലിജിബിൾ ആണ്, അതൊരു കണ്ടീഷൻ. ഇനി ഇഫ് എൽസ് ആണെന്നുണ്ടെങ്കിൽ റൺ വൺ ബ്ലോക്ക് ഇഫ് ട്രൂ അനദർ ഇഫ് ഫാൾസ്, ഒന്നല്ല ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അതാണ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ കൊടുത്തുള്ളത് ഇൻഡ് മാർക്ക് ഈക്വൽ ടു 35 ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. ആണോ? അല്ല. 35 40നേക്കാൾ വലുതാണോ? അല്ല. അതുകൊണ്ട് എനിക്ക് വർക്കാവുന്നത് എൽസ് കണ്ടീഷനാണ്. ഇനി ഇഫ് എൽസ് ഇഫ് ലാഡർ ഉണ്ട്. ഇഫ് എൽസ് ഇഫ് ലാഡർ അത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ കണ്ടീഷൻസ് വരുന്നത്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടീഷൻ ഇൻ സീക്വൻസ്, രണ്ടിൽ കൂടുതൽ കണ്ടീഷൻസ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും ഇൻഡ് സ്കോർ ഈക്വൽ ടു 85 ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, അങ്ങനെയാണെന്നുള്ളത് പ്രിന്റ് ഗ്രേഡ് എ. എൽസ് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 75 പ്രിന്റ് ഗ്രേഡ് ബി. ഇതിലേതാവും വരിക? ഗ്രേഡ് ബി എന്നുള്ളതാവും ഇതിന്റെ ഔട്ട്പുട്ട് വരിക. ബാക്കി നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ചുരുക്കം പറഞ്ഞ അത്രേ ഉള്ളൂ. നമ്മൾ ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ലൂപ്പ്. എന്തിനാണ് നമ്മൾ ലൂപ്പിംഗ്, ഫോർ ലൂപ്പ് അല്ല ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, എന്തിനാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക? അതായത് ലൂപ്പിംഗ് മീൻസ് എക്സിക്യൂട്ടിംഗ് എ ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ചുരുക്കം പറഞ്ഞ ഒരു കണ്ടീഷൻ ട്രൂ ആവണ വരെ നമുക്ക് ഒരു ലൂപ്പ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പും ഉണ്ട്, വൈൽ ലൂപ്പും ഉണ്ട്. ഓക്കെ, ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലാവും, ആ കോഡ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഫോർ ഇൻഡ്, അതായത് ഫോർ ഇൻഡ് ഐ ഈക്വൽ ടു 1, ഞാൻ ഇവിടെ ഇൻഡ് ഐ ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞത്. ഇൻഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്, ഇനിഷ്യലൈസേഷൻ സ്റ്റാർട്ടിങ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് എപ്പോൾ നിൽക്കണം എന്നുള്ളത്. പിന്നെ ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ്, അതായത് എത്ര തവണ ഇൻക്രിമെന്റ് ആവണം എന്നുള്ളത്. പ്രിന്റ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് കോളൻ $സൈൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രിംഗ് ഫോർമാറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതിന് മുന്നേ. ഒന്നിന്റെ ഔട്ട്പുട്ട് കിട്ടുക 1 മുതൽ 5 വരെയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എനിക്ക് 2 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ആവേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഐ പ്ലസ് പ്ലസ് മാറ്റിയിട്ട് ഐ പ്ലസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് 1 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ 3 വരും, പിന്നെ 5 വരും. ഓക്കെ, അതേപോലെ തന്നെ വൈൽ ലൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ട്രൂ ആവണ വരെ ഈ ലൂപ്പ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് യൂസ് വെൻ യു വാണ്ട് ടു റൺ എ ലൂപ്പ് ആസ് ലോങ് ആസ് കണ്ടീഷൻ ഇസ് ട്രൂ. ഒരു കണ്ടീഷൻ ട്രൂ ആവണ വരെ വൈൽ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇൻഡ് ഐ ഈക്വൽ ടു 1, സ്റ്റാർട്ടിങ് 1ലാണ്. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, പ്രിന്റ് നമ്പർ ഏതാണോ ഐ, ലാസ്റ്റ് ഐ പ്ലസ് പ്ലസ് നോക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ ചെയ്യുക? 1 2 3. പോരാതെ ഇതിപ്പോ എനിക്ക് ഇൻക്രിമെന്റ് ആവേണ്ട സ്റ്റെപ്പ് 2 ആണെന്നുള്ളത് ഐ പ്ലസ് ഈക്വൽ ടു 2 എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ പിന്നെ 3 അങ്ങനെ വരും. ഇനി ഇതിലുള്ളത് ഇതൊക്കെ ഇതിന്റെ സാമ്പിൾ പ്രോഗ്രാംസ് ആണ്. അതായത് 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കുക, സബ്സ്ട്രാക്ഷൻ, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ഈ പ്രോഗ്രാം പഠിച്ചെന്ന് വിചാരിച്ചിട്ട്, അതായത് പഠിച്ചെന്ന് കരുതുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.